എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള സുന്നി സഹോദരങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഇവിടെ നിൽക്കുന്ന കാലത്ത് മുജാഹിദ് അല്ലായിരുന്നു. സത്യമാണ് ഞാൻ പറയണത്. അന്ന് എനിക്ക് മുജാഹിദ് പ്രസ്ഥാനം എന്താണെന്ന് അറിയേയില്ലായിരുന്നു. ആ അറിയാത്ത മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് എന്നെ പഠിക്കാൻ പ്രേരിപ്പിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ, എളയാവൂർ ജുമാഅത്ത് പള്ളിയിൽ നിന്ന് ഞാൻ പോവുകയാണ്. എന്നോട് 3 മാസം സമയം തന്നു എനിക്ക്. ഉസ്താദ്, ഇവിടെ പ്രശ്നങ്ങളൊക്കെ ആയാലും ഇങ്ങനെയൊക്കെയായി, ഏതായാലും കേസൊക്കെ വിജയകരമായി വരികയാണ്, അതുകൊണ്ട് 3 മാസം സമയം തരാം, ഉസ്താദ് പൊയ്ക്കോന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. ഇവിടുന്ന് പോകാൻ നേരത്ത് ബഹുമാനപ്പെട്ട സുഹൈർ ചുങ്കത്തറേനെ ട്രെയിനിൽ വെച്ച് ഞാൻ കണ്ടു. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഈ സുന്നി പള്ളിയിൽ നിന്നിട്ട് മടുത്തു. കുത്തുബക്ക് മുമ്പുള്ള പ്രസംഗോ ഒച്ചപ്പാടും ബഹളവും അടി ഇടിയും കേസും സഹികെട്ട് ഞാനത് വിടാൻ പോവുക. അദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ വാക്കവി, എന്നെന്താ കുഴപ്പം, നമുക്ക് വാരത്തൊരു പരിപാടി സംഘടിപ്പിക്കല്ലേ? ആയിക്കോട്ടെ, വാരത്തെ പരിപാടി സംഘടിപ്പിക്കാം. പങ്കെടുക്കോ? തീർച്ചയായും പങ്കെടുക്കും, ഞാൻ വരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ശരി. അങ്ങനെ ഇവിടുത്തെ പ്രവർത്തകർക്ക് ഒരു ഡേറ്റും കൊടുത്ത് ആ ഡേറ്റിൽ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ഞാനിവിടെ കാഞ്ഞിലോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് തൽക്കാലം പോയി ജോലിയേറ്റപ്പോൾ ഇവിടെ നോട്ടീസൊക്കെ ഈ ഭാഗത്തൊക്കെ ഒട്ടിക്കാൻ തുടങ്ങി. ഇന്നൊട്ടിച്ച പോലെയല്ല, ഇന്നൊട്ടിച്ച പോലെയുള്ള ആ വലിയ വാൾ പോസ്റ്റോ ഒച്ചപ്പാടും പോകണമെന്നല്ല, ഒരു ചെറിയ നോട്ടീസ്. ആ നോട്ടീസ് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്, ഞാൻ കളഞ്ഞിട്ടില്ല. 7 കൊല്ലമായി ഇത് കൊണ്ടടക്കണ്. ഇത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇതെന്റെ കയ്യിൽ കിട്ടിയ സാധനം. ആ നോട്ടീസും കൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കുക. അപ്പൊ ഈ നോട്ടീസ് കൈ കിട്ടി ഇങ്ങനെ പ്രചരണങ്ങളൊക്കെ നടക്കുമ്പോൾ, അപ്പൊ വാരത്ത് ഈ കാഞ്ഞിലോട് ഫോണിന് റേഞ്ചില്ലാത്ത സ്ഥല അന്ന്. അപ്പോ ചില പ്രവർത്തകർ എന്റെ അടുത്ത് വന്നു, എന്നോട് പറഞ്ഞു, സത്യം ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണമല്ലോ, ഇത് മൂടി വെച്ചിട്ട് കാര്യമില്ലല്ലോ, ഇത് പറഞ്ഞു കൊടുക്കണേ. അതുകൊണ്ടാ എന്നോട് പറഞ്ഞു, നിങ്ങൾ മുജാഹിദ് വേദിയിൽ പ്രസംഗിക്കാൻ പോവുകയാണെന്ന് കേട്ടല്ലോ? ആ കേട്ടു. ശരിയാ, എന്താ കുഴപ്പം? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പരിണിത ഫലങ്ങൾ ഒരുപാട് എന്നോട് പറഞ്ഞു. 7 കൊല്ലം മുമ്പുള്ള ബുദ്ധിയാണ് കേട്ടോ. ഒരുപാട് പറഞ്ഞു. ആ പരിണിത ഫലത്തിന്റെ ആശയം എന്താണെന്ന് വെച്ചാൽ, അന്ന് ഞാൻ വേദിയിൽ പ്രസംഗിക്കുകയും അവർ അത് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഞാൻ എന്നെ മണ്ണിനോട് ചേർന്ന് പോകുമായിരുന്നു. അതാണ് അതിന്റെ ആശയം. ഇപ്പൊ പറഞ്ഞ മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ പങ്കെടുക്കണില്ല. നാട്ടിൽ കുഴപ്പം വേണ്ട, നമ്മളെ കൊണ്ടൊരു കുഴപ്പം വേണ്ട, ഞാൻ പങ്കെടുക്കുന്നില്ല. നിഷേധക്കുറിപ്പ് ഇറക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇറക്കൂല. കാരണം എന്താന്ന് വെച്ചാല്, ഞാൻ ഒരൊറ്റ ആൾക്ക് പിറന്ന ആളാണ്, 10 ആൾക്ക് പിറന്നതല്ല. അതുകൊണ്ട് ഞാൻ നിഷേധക്കുറിപ്പ് ഇറക്കൂല. ആ പണി എനിക്കില്ല. കഴിഞ്ഞു. പിറ്റേ ദിവസം ചന്ദ്രികാ ദിനപത്രം, ഇതിന്റെ പ്രവർത്തകർക്ക് ആ കോപ്പി ഞാൻ ഇവിടെ വിതരണം ചെയ്തിട്ടുണ്ട്. ചന്ദ്രികാ ദിനപത്രം രാവിലെ പത്രം എടുത്ത് വായിക്കുമ്പോ ആ പത്രത്തിലൊരു കോളം, ഒരു ഹെഡിങ് 3-ാം പേജിൽ, സുന്നികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഗൂഢശ്രമം. അതാരാണ്? അപ്പോ നോക്കി. വാരം ബസാറിൽ ഇന്ന് നടക്കുന്ന മുജാഹിദ് പരിപാടിയിൽ തന്റെ പേര് പ്രസിദ്ധീകരിച്ച് പ്രചരണം നടത്തിയത് സുന്നികളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഗൂഢാലോചനയാണെന്ന് കണ്ണൂർ മണ്ഡലം എസ് വൈസ് പ്രസിഡന്റ് ബാദുഷാ ബാഖവി അറിയിച്ചു. ഞാൻ ചന്ദ്രിക ഓഫീസിലേക്ക് വിളിച്ചു. ഞാൻ അങ്ങനെ അറിയിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അല്ല, ഔദ്യോഗികമായ ലെറ്റർ പേഡിൽ കത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആരായിരിക്കും അയച്ചത്? ഔദ്യോഗികമായ ലെറ്റർ പേഡിൽ കത്ത് കിട്ടിയിട്ടുണ്ട്. അത് പ്രകാരമാണ് പ്രസ്താവന കൊടുത്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഭീഷണിപ്പെടുത്തി ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തിയിട്ടാണ് അന്ന് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത്. അതൊരു കണക്കിന് ഹൈറായി, അതൊരു കണക്കിന് നന്നായി. കാരണം അന്ന് മുജാഹിദ് പ്രസ്ഥാനം എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അന്ന് എന്താ ഈ പ്രസ്ഥാനം എന്ന് ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. ഈ കഴിഞ്ഞ 6 വർഷം പ്രസ്ഥാനത്തെക്കുറിച്ചൊന്ന് പഠിച്ചു. എന്താ പ്രസ്ഥാനമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവര് കാണിക്കുന്ന ജൽപ്പനങ്ങൾ, ഇവര് കാണിക്കുന്ന പ്രവർത്തനങ്ങളിലുള്ള അപാകതകൾ അതെന്താണെന്ന് എനിക്ക് വ്യക്തമായെങ്കിലും എനിക്ക് പിന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു. എന്താ സംശയം എന്ന് വെച്ചാല് അതായത് നമ്മുടെ ഉപ്പാപ്പമാരും ഉസ്താദുമാരും ഷെയ്ഖുമാരൊക്കെ ചെല്ലി വരുന്ന സാധനമല്ലേ ഈ മൗലൂദ്? അതൊക്കെ എങ്ങനെയാ പാടില്ല എന്ന് പറയാ? അതൊക്കെ മോശമല്ലേ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മഹാന്മാരായ ആളുകളൊക്കെ പഴയ കാലം മുതൽ ചെല്ലി വരുന്ന സംഗതിയാണല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ബേജാറായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു 5-6 മാസം മുമ്പ് എന്റെ കയ്യിൽ ഒരു CD കിട്ടുന്നത്. എന്താ CD എന്നറിയാമോ? വല്ലപ്പുഴ സംവാദ വ്യവസ്ഥാ ചർച്ച, അതിന്റെ CD. ഞാനതൊന്ന് കണ്ടപ്പോൾ എന്റെ പ്രിയപ്പെട്ട വഴികാട്ടി, അങ്ങനെ തന്നെ പറയാം,
എന്റെ പ്രിയപ്പെട്ട വഴികാട്ടി അലവി സക്കാഫി കൊളത്തൂര്, അദ്ദേഹം ഈ മൗലൂദ് കിതാബ് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ മൗലൂദ് കിതാബിൽ മുഴുവനും ഉള്ളത് ശരിയാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നില്ല. അൽഹംദുലില്ലാ, തള്ളിയിലോ കാത്തിരിക്കായിരുന്നു. കാരണം എന്താ, ആരെങ്കിലും ഒരു മാതൃക വേണമല്ലോ. ഞാനായിട്ട് തള്ളുമ്പോ അതിന്റെ കുരുത്തക്കേട് എനിക്ക് വേണ്ടല്ലോ എന്ന് കരുതി ഇരിക്കുമ്പോഴാണ് ഇത് തള്ളണത്. തള്ളിയ വാർത്ത കിട്ടിയപ്പോ തന്നെ ഞാൻ നേരെ സുഹൈർ ചുങ്കത്തറയ്ക്ക് വിളിച്ചു. ആ സുഹൈർ ചുങ്കത്തറയ്ക്ക് വിളിക്കണത് ഈ കഴിഞ്ഞ വലിയ പെരുന്നാളിന്റെ 1 മാസവും 10 ദിവസവും മുമ്പാ. വിളിച്ചിട്ട് പറഞ്ഞു, മൗലൂദ് കിതാബ് തള്ളി, കുഴപ്പമില്ല, ഇനി എനിക്ക് ഒരു മാറ്റം അനിവാര്യമാണ്. സുഹൈർ ചുങ്കത്തറ ചോദിച്ചു, എപ്പോഴും ഈ കവാടം നിങ്ങൾക്ക് തുറന്നിട്ടിരിക്കുകയാണ്, എപ്പോഴാ വരിക? ഞാൻ പറഞ്ഞു, പെരുന്നാൾ നിസ്കരിച്ചിട്ട് ഇവിടുന്ന് രാജിവെച്ച് വരുന്നുണ്ട്. കാരണം പുതിയങ്ങാടി ജുമാഅത്ത് പള്ളിയിലാണ്. 1 മാസം മുമ്പ് കത്ത് കൊടുക്കണം. അവിടെ നല്ല യോഗ്യനായ ഒരു ഖത്തീബിനെ അവർക്ക് തിരഞ്ഞെടുക്കാനുണ്ട്. നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. 1 മാസം മുമ്പ് പുതിയങ്ങാടിയിൽ ഞാൻ കത്ത് കൊടുത്തു, വിവരം കൊടുത്തു. 1 മാസം ഞാൻ അവിടെ ഉണ്ടായി. 1 മാസം ആർക്കും ആരോപണമില്ല, ആക്ഷേപമില്ല. 1 മാസം ഞാൻ അവിടെ നിന്നു. എന്നിട്ട് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് അന്ന് വെള്ളിയാഴ്ചയായിരുന്നു, ജുമാ പ്രസംഗം ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് എല്ലാവരോടും മാന്യമായി യാത്ര പറഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ പോരുമ്പോ എനിക്കൊരു സ്വഭാവമുണ്ട്, ഏത് മഹല്ലിൽ നിന്ന് പോന്നാലും പിന്നെ ആ നാട്ടിലേക്ക് പോക്ക് പതിവില്ല. അതെന്റെ സ്വഭാവം, പോക്ക് പതിവില്ല. പക്ഷെ വാരത്ത് ആദ്യമായി വന്നു. എന്തിനാ? അത് പറഞ്ഞത് തിരുത്താൻ വേണ്ടിയാ വന്നത്. എന്നാ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ ഇതിലെന്താ ഉള്ളത് അതും കൂടെ പറയാലോ. ഈ മൗലൂദ് കിതാബിൽ ഉള്ളത് എന്താ? ഇവിടെ വ്യാപകമായ തോതിൽ ചെല്ലിവരുന്ന മാലാ മൗലൂദുകളിലും കുത്തുബിയത്താദി കാര്യങ്ങളിലുമുള്ള അപകടാവസ്ഥ ഒരൊറ്റ വാക്കിൽ ഞാൻ പറയുകയാ. സമയമേറെ വൈകിയതിന്റെ പേരിലാണ് ഞാൻ ചുരുക്കുന്നത്. അതിന്റെ അപകടാവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു നേർച്ചയുണ്ട്. എന്താണെന്നറിയാമോ? കുത്തുബിയത്ത് എന്ന് പറയും. കുത്തുബിയത്താണ് ഏറ്റവും വരുമാനമുള്ള നേർച്ച. മൗലൂദ് ഓതിയാ കിട്ടുന്നത് പോലെ, റാത്തീബ് നടത്തിയാൽ കിട്ടുന്നത് പോലെയല്ല കുത്തുബിയത്ത് നടത്തിയാൽ. ഒരു 10 കുത്തുബിയത്ത് ഒരു മാസം ഉണ്ടെങ്കിൽ ഏറെക്കുറെ 1.5 കൊല്ലം കൊണ്ടൊരു വീട് അങ്ങോട്ട് പണിയാം. അതാണ് അതിന്റെ അവസ്ഥ. അപ്പൊ കുത്തുബിയത്ത് എന്നുള്ളത് അത്രയും കാര്യപ്പെട്ട കൈമടക്ക് കിട്ടുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ അതിന്റെ ഗൗരവം നമ്മുടെ പണ്ഡിതന്മാര് ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കുക, ആ സംഗതിയിൽ കുത്തുബിയത്തിന്റെ കിതാബിലുള്ള പദാനുപാത അർത്ഥം ഞാൻ പറയുന്നില്ല. കാരണം അത് ചിലപ്പോൾ എനിക്ക് കിതാബ് തിരിയാത്തതിന്റെ പേരിൽ തെറ്റുപറ്റിയേക്കാം. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പാറന്നൂർ PP മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാര് ഇതിന് പരിഭാഷ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ പരിഭാഷ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം പ്രിയമുള്ളവരെ. എന്നിട്ട് അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് മാന്യമായിട്ട് നിങ്ങളൊന്ന് വിലയിരുത്തുക. ഈ കുത്തുബിയത്തില് ഇതിനെക്കുറിച്ച് പറയുകയാണ്. അതിന്റെ തുടക്കത്തില് 10ാം പേജിൽ പറയുന്നു. ഒരു വരി ഞാൻ പാടുകയാ. യാ ഖുത്ബ അഹ്ലിസ്സമാ വൽ അർളി ഗൗസഹുമാ യാ ഫൈള ഐനൈ വജൂദൈഹിം വ ഗൈസഹുമാ യബ്നൽ അലിയൈനി ഖദ് അഹ്റസ്ത ഇർസഹുമാ യാ ഖൈറ മൻ കാന യുദ്ആ മുഹിയദീനി. ഇതാണ് അതിന്റെ ഒരു വരിയാണിത്. ഇതിപ്പോ സുന്നി വേദിയിലാണ് ഞാൻ ചെല്ലിയെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ കേൾക്കാം, യാ മുഹിയദ്ദീനി തുടങ്ങും. അതൊരു പതിവാണിത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അറിവില്ലാത്തതിന്റെ പേരില്ല. അത് ചെല്ലിപ്പിക്കും ചില പ്രാസംഗികന്മാര്. ഒപ്പം ഇതെന്ത് ചെയ്യും, ഈ കോറസ് പാടിയെങ്കിൽ മാത്രമേ വയലിന് ആരവം ഉണ്ടാവുകയുള്ളൂ. എന്നാ പ്രിയമുള്ളവരെ, ഇതിന്റെ അർത്ഥം ഞാനൊന്ന് പറയാം. ഈ അർത്ഥം പാറന്നൂർ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ എഴുതിയ അർത്ഥം ഞാൻ വായിക്കുന്നത്. ഇതില് എത്രത്തോളം ഗൗരവമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കേക്ക്. ആകാശഭൂമിയുടെ കുത്തുബും, കുത്തുബെന്ന് പറഞ്ഞാൽ കേന്ദ്ര ബിന്ദു, ഗൗസും, ഗൗസ് എന്ന് പറഞ്ഞാൽ സഹായി, സഹായിയുമായ മഹാനവറുകളെ, അതായത് മുഹിയുദ്ദീൻ ശൈഖ്, ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ മഴയും അരുവിയും വെള്ളവും ഒഴുക്കുന്ന മഹാനെ. ഇത് ജാഹിലിയ്യ കാലത്തുള്ള മുശ്രിക്കീങ്ങളുടെ വിശ്വാസത്തെ കവച്ചു വെക്കുന്ന വിശ്വാസമല്ലേ? അബൂജഹലിനോട് പോയി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആകാശത്ത് നിന്നും മഴ ഇറക്കി തരുന്നതാരാണ്? അവര് പറയും അള്ളയാണ്. എന്നാല് ഇവിടെ ആകാശത്തു നിന്നും മഴ ഇറക്കണതാരാ? കുത്തുബാണ് മഴ ഇറക്കണത്, ഷെയ്ഖാണ് മഴ ഇറക്കണത്.
അടിവരയിട്ട് പറയുകയാണ്, ഷെയ്ഖ് ഈ വിവരം അറിഞ്ഞിട്ടില്ലട്ടോ. ഷെയ്ഖ് മുഹിയുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് ഈ കാണിച്ചു വെച്ച വിഡ്ഢിത്തരം അറിയില്ല കേട്ടോ. ഇതാണ് മുഹിയുദ്ദീൻ ഈ കുത്തുബിയത്തിന്റെ ഒരു ഭാഗം. ഇതിന്റെ മറ്റൊരു ഭാഗം ഞാൻ പറഞ്ഞുതരാം. അതായത് ഷെയ്ഖിന്റെ കറാമത്താണ് ഇതിൽ പറയണത്. അത് മുഴുവൻ വായിക്കേണ്ട ആശയം പറഞ്ഞുതരാം. അതായത് ഒരു ക്രിസ്ത്യാനിയും മുസ്ലിമും തമ്മിൽ തർക്കം എന്താ? ക്രിസ്ത്യാനി പറഞ്ഞു മുഹമ്മദ് നബിയേക്കാൾ മഹാൻ ആരാണ്? യേശു ക്രിസ്തുവാണ്. കാരണം യേശു ക്രിസ്തു മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട്. അത് കേട്ടുകൊണ്ടാണ് മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്താ തർക്കിക്കണത്? കാര്യം പറഞ്ഞു, ഇന്നതാണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പൊ മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞൊരു കാര്യം ചെയ്യുവാ എന്ന് പറഞ്ഞ് ഞാൻ മരിച്ചവരെ ജീവിപ്പിച്ചാൽ നീ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുമോ? ക്രിസ്ത്യാനി പറഞ്ഞു വിശ്വസിക്കും എന്ന് പറഞ്ഞു. ഒരു പുതിയ ഖബറിന്റെ അടുത്ത് പോയി, എന്നിട്ട് അവിടെ മുതലുള്ള സംഗതി വായിക്കാം. ആ പുതിയ ഖബറിന്റെ അടുക്കൽ പോയിട്ട് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് പറയുകയാണ്, ആ ഖബറിനരികിൽ പോയി ഇപ്രകാരം പറഞ്ഞു, എന്റെ അനുവാദത്തോടുകൂടി നീ എഴുന്നേൽക്കൂ. ഉടനെ ഖബർ പൊട്ടിക്കീറുകയും ഉള്ളിലുള്ള മയ്യത്ത് ജീവനോടെ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തു. ഉടനെ ക്രിസ്ത്യാനി മുസ്ലിമായി. ഇത് ആരുടെ കറാമത്താ? മുഹീദ്ദീൻ ഷെയ്ഖിന്റെ കറാമത്താ. ഇതിനെ കുറിച്ച് നമ്മൾ വിമർശിച്ച് പറഞ്ഞാല് ഇവര് പറയുന്നെന്താ? ഈസാ നബി മരിച്ചവരെ ജീവിപ്പിച്ചില്ലേ? ഉണ്ട്, ഈസാ നബി ജീവിപ്പിച്ചിട്ടുണ്ട്. അത് അല്ലാഹു തആല പ്രത്യേക മുഅ്ജിസത്ത് കൊടുത്തതാ. ആ മുഅ്ജിസത്ത് ദഅവത്തിന്റെ ഭാഗാ, കറാമത്ത് ദഅവത്തിന്റെ ഭാഗമല്ല. ആ മുഅ്ജിസത്ത് പ്രത്യക്ഷപ്പെടുത്തൽ, വെളിവാക്കൽ ദഅവത്തിന്റെ ഭാഗമാണ്. അത് പ്രകാരം ഈസാ നബി അലൈഹിസ്സലാം മരിച്ചവരോട് അടുക്കൽ പോയിട്ട് പറഞ്ഞത് എന്റെ അനുവാദത്തോടെ നിൽക്കാനല്ല, കുമ്പി ഇതിനില്ല, അള്ളാന്റെ അനുവാദത്തോടുകൂടി നിൽക്കാനാ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഷെയ്ഖ് പറഞ്ഞ എന്താ? എന്റെ അനുവാദത്തോടു കൂടി. നോക്കണം നിങ്ങൾ. ഇനി അതിന്റെ ഒരു അപകടാവസ്ഥ കൂടെ ഞാൻ പറയാം. അള്ളാഹ്ക്ക് എത്ര പേരുണ്ട്? ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടിൽ 99 പേരെന്നൊക്കെ കാണാം, അല്ലെ? അള്ളാഹ് 99 പേരിൽ ക്ലിപ്തപ്പെടുത്തണ്ട. അള്ളാഹുവിന് ഒരുപാട് പേരുകളുണ്ട്. റഹ്മാനെന്നോ റഹീമെന്നോ എങ്ങനെ വിളിച്ചാലും വേണ്ടില്ല, അള്ളാഹ്ക്ക് ഒരുപാട് നല്ല പേരുകളുണ്ട്. 99 പേരെന്നാണ് ഇവിടെ പൊതുവായ ഒരു വെപ്പ്. എന്നാ പ്രിയമുള്ളവരെ, ഇതിൽ പറയണത് കേക്ക്. മഹാന് 99 പേരാണ്. ആർക്ക്? മുഹീദ്ദീൻ ഷെയ്ഖിന് 99 പേരാണ്. ആ പേരുകൾ ഇവയാകുന്നു എന്ന് പറഞ്ഞിട്ട് 99 പേരും ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ അവസാനം എഴുതിയിരിക്കുന്നു, ഈ പേരുകൾ ആരെങ്കിലും ഉറുക്ക് അഥവാ ഏലസെഴുതി കെട്ടിയാൽ ശൈത്താന്റെ ഉപദ്രവം അവനുണ്ടാവുകയില്ല. അത് ശരിയാ. കാരണം ശൈത്താൻ പിന്നെ വേറെ പണിയില്ലല്ലോ. ശൈത്താൻ ഉദ്ദേശിച്ച പണി ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞു. ഇനി വേറെ പണിയില്ല ശൈത്താന്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. ഈ കുത്തുബിയത്ത് എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിലുള്ള സുന്നികളുടെ വീടുകളിൽ ചെല്ലിക്കൊണ്ടിരിക്കുക. ഞാൻ അതിന് ഇന്നലെ ഒരു കമന്റ് പറഞ്ഞു. അതായത് ഈ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ നേന്ത്രക്കായ് പുഴുങ്ങി നെയ്യിട്ട് പഞ്ചസാര ഇട്ട് പാൽച്ചായം കൊണ്ടൊന്ന് കൊടുക്കും. അത് കുടിച്ചു കഴിഞ്ഞൊരു 8-8:30 മണിയാവുമ്പോഴേക്കും നല്ല കട്ടിയുള്ള പത്തലും കോഴിക്കറിയും വരും. അത് കഴിഞ്ഞ് ഒരു ളുഹ്ർ കൊടുക്കാറാവുമ്പോഴേക്കും 5 തട്ടുള്ള അടുക്കിൽ ചോറും ഒരു കയ്യിൽ എക്സ്ട്രാ പപ്പടത്തിന്റെ കെട്ടുമായിട്ട് വരും. അത് തിന്നു കഴിഞ്ഞൊന്ന് ഏമ്പക്കം വിടൂല. അപ്പത്തേക്കും അസ്ർ കൊടുക്കും. അപ്പോഴേക്കും ചായയും കടിയെത്തും. അത് കഴിയുമ്പോഴത്തേക്കും ലേശം ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കടലമണികളൊക്കെ തിന്നാൻ കൊണ്ടൊന്ന് കൊടുക്കും. അത് കഴിഞ്ഞ് യശാബാൻ കൊടുക്കുമ്പോഴത്തേക്കും അടുത്ത ഭക്ഷണം വന്ന് ഇത് 5 നേരം തിന്നിട്ട് സുഖമായിട്ട് കിടക്കുന്ന ആൾക്ക് ശാരീരികമായിട്ടൊരു വ്യായാമം വേണ്ടേ? അതിനാണ് ഈ കുത്തുബിയത്തൊക്കെ. അതായത് ഇങ്ങനെ ആടി ചെയ്യുമ്പോൾ അതിനൊരു ശരീരത്തിനൊരു അനക്കം ഉണ്ടാകും. അതിന് പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട്. എന്ത്? ഈ ഇവിടെയുള്ള ഈ അബൂ ഹസൻ ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ നടക്കുന്ന ഷാദുലി റാത്തീബ്, അതൊക്കെ അങ്ങോട്ട് ചെല്ലി കഴിയുമ്പോ ഇതങ്ങോട്ടൊന്ന് ഇളകണമല്ലോ. ഇത് ഇളകാൻ വേണ്ടിയിട്ടാണ് പഴയ ആൾക്കാർ കണ്ടുപിടിച്ചതെന്നാണ് എന്റെ വിശ്വാസം. കാരണം അവർ ഇമ്മാതിരിയുള്ള കുഫ്രിയത്തിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവുകയില്ല. എന്നാ പ്രിയമുള്ള സഹോദരങ്ങളെ, മൗലൂദുകളിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താ? മഹാന്മാരുടെ മതമാണല്ലോ.